ഖമറ ഖദ്ദർനാഹു മനാസില ഹത്ത ആദക്കൽ ഉർജൂനിൽ ഖദീം. ഈ ഉർജൂനാണ്, ഈ കയറിപ്പോക്കാണ്. ഖദീം എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സ് ആദ്യം എന്തായിരുന്നു അതിലേക്ക് മനസ്സ് പോവുകയാണ്. നമ്മുടെ മനസ്സ് ആദ്യം എന്തായിരുന്നു? പരിശുദ്ധമായ മനസ്സായിരുന്നു. അതിൽ കളങ്കമില്ല, കാപട്യമില്ല, അഴുക്കില്ല, ഒരു ചതിയില്ല, വഞ്ചനയില്ല. ഫിത്രത്തുള്ളയിലായിരുന്നു. അത് അള്ളാഹുവിന്റെ ശുദ്ധ പ്രകൃതിയിലായിരുന്നു നമ്മുടെ മനസ്സാദ്യം. ആ മനസ്സിലേക്ക് തന്നെ ഈ അറിവിന്റെ ഓരോ തനസ്സുലുൽ ഖുർആനാണ്. അതാണ് ഖമറ ഖദ്ദർനാഹു മനാസില. അറിവ് ഇങ്ങനെ അവന് ഖുർആൻ ഇങ്ങനെ തനസ്സുലായിക്കൊണ്ടേയിരിക്കുക. വ്യത്യസ്ത മനസ്സിലുകളാണ് അറിവിന്റെ ഇങ്ങനെ കിട്ടി. അത് അതിന്റെ 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 അവസ്ഥയിലേക്ക്, അതിന്റെ പഴയ അവസ്ഥയിലേക്ക് തന്നെ അത് തിരിച്ചു പോവുകയാണ്. അതാണ് അറജ. അറജ എന്നുള്ളതിന് ഉറൂജ്, കയറിപ്പോവുക. അതാണ് മേറാജ്. മേറാജ് ഉണ്ടോന്ന് വെച്ചാൽ മേറാജ് ഉണ്ട്. ഇസ്രാ ഉണ്ടോന്ന് വെച്ചാൽ ഇസ്രാ ഉണ്ട്. അപ്പൊ നിങ്ങൾ ഇതിനെ നിഷേധിക്കുന്നില്ലേ? നിഷേധിക്കുന്നില്ല. ഇസ്രാ ഉണ്ട്, മേറാജ് ഉണ്ട്. മനസ്സ് അതിന്റെ പൂർവസ്ഥിതിയിലേക്ക്, ആ കളങ്കമില്ലാത്ത, അഴുക്കില്ലാത്ത, പരിശുദ്ധമായ ഫിത്റത്തുള്ളയിലേക്ക് ആ മനസ്സ് എങ്ങനെയാണോ വന്നത് അതിലേക്കുള്ള പഴയ, അതാണ് ഖദീം. ആ മനസ്സ് അതിന്റെ പഴയ അവസ്ഥയിലേക്ക് തിരിച്ചു കയറി പോവുകയാണ്. അതാണ് ഇലാ റബ്ബിക റുജ്അ. നിന്റെ റബ്ബിലേക്കാണ് നീ മടങ്ങിപ്പോകേണ്ടത്. അതാണ് ഇലാ റബ്ബിക റുജ്അ. റുജ്അന അറജ, അതേ അക്ഷരങ്ങൾ തന്നെയാണ്. റജ അറജ, കയറിപ്പോവുകയാണ്. അള്ളാഹുവിലേക്ക്, റബ്ബിലേക്ക് കയറിപ്പോവുകയാണ്. ആ ഫിത്രത്തുള്ളയിലേക്ക് കയറിപ്പോകാൻ. നമ്മുടെ ഫിത്രത്തുന്നാസായി മാറി. ഫിത്രത്തുല്ലാഹിലത്തി ഫത്തറന്നാസ. ഫിത്രത്തുന്നാസാണ്. ഫിത്രത്ത് നിങ്ങൾ വെച്ചില്ല. ഫിത്രത്ത് ഇതേ ഉള്ളൂ, അല്ലാതെ നോമ്പ് തുറക്കണ ഫിത്രത്തില്ല. ഫത്തറ എന്ന് പറഞ്ഞാല് ശുദ്ധ പ്രകൃതി. അള്ളാഹു നമ്മെ സൃഷ്ടിച്ച പ്രകൃതി ഏതോ അതാണ് നമ്മുടെ ഫിത്ര. അതുകൊണ്ടാണ് നോമ്പ് തുറക്കേണ്ടത്. അതാണ് അഫ്തിറു, നിങ്ങൾ നോമ്പ് തുറക്കുകയെന്ന നമ്മുടെ മനസ്സിനെ ഊട്ടപ്പെടേണ്ടത് അതുകൊണ്ടാണെന്നാണ്. അല്ലാതെ നോമ്പ് തുറക്കാനൊരു അർത്ഥത്തില്ല. ഫാത്തിറുസമാവാത്തി വല്ലർലി, അള്ളാഹുവാണ് ഫാത്തിറുസമാവാത്തി വല്ലർലി. അതാണ് ഫത്തറ. അതേ അക്ഷരങ്ങൾ തന്നെ, ഒരു മാറ്റമല്ല. ഫത്തറ എന്ന് പറഞ്ഞാൽ അള്ളാഹു നമ്മെ ഏതൊരു ശുദ്ധ പ്രകൃതിയിലാണോ ഊട്ടപ്പെട്ടിട്ടുള്ളത്, സൃഷ്ടിച്ചു വെച്ചിട്ടുള്ളത്, അതിലേക്കുള്ള നമ്മുടെ തിരിച്ചുപോക്കാണ് ഉർജൂനുൽ ഖദീം എന്ന് പറയുന്നത്. അതാണ് അള്ളാഹു ബദർ കൊണ്ട് സഹായിച്ചു എന്ന് പറയുന്നത്. നമ്മളെ ഈ കുട്ടികളെ ചെല്ലുന്ന ഒരു പദ്യം തന്നെയല്ല, ത്വല അൽ ബദറു അലൈന എന്ന് പറഞ്ഞാൽ എന്താ? നബി മദീനയിൽ ചെന്നപ്പോ അവിടുത്തെ പെണ്ണുങ്ങൾ പാട്ടുപാടി നബിയെ സ്വീകരിച്ചു അല്ലെ? ത്വല അൽ ബദറു അലൈന, ഞങ്ങളിൽ ഇതാ ഒരു ചന്ദ്രൻ ഉദിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ബദർ യുദ്ധം ഉദിച്ചിരിക്കുന്നു എന്നല്ല. ബദർ എന്ന് പറഞ്ഞാൽ അറിവിന്റെ പൂർണ്ണതയും സ്നേഹത്തിന്റെയും കാരുണ്യത്തിന്റെയും പൂർണ്ണതയുടെ ഒരു പ്രതീകമായിട്ട് റസൂലിനെ കണ്ടിട്ടാണ് ആ പറഞ്ഞത്. ത്വല അൽ ബദറു അലൈന, ഞങ്ങളിൽ ഇതാ ഒരു ചന്ദ്രൻ ഉദിച്ചിരിക്കുന്നു. ഒരു സുന്ദരിയായ പെണ്ണിന്റെ മുഖത്തെ നോക്കിക്കൊണ്ട് പറയും, നിന്റെ വജ്ഹ് ബദറാണ് കേട്ടോ. അതിന്റെ അർത്ഥം എന്താണ്? സൗന്ദര്യത്തിന്റെ പൂർണ്ണതയാണെന്നാണ് അർത്ഥം. ആ 14-ാം രാവ് ഉദിച്ചത് മാനത്താണ് എന്ന് പറഞ്ഞാല് ഇവളുടെ മുഖത്തെ സൗന്ദര്യത്തിന്റെ പൂർണ്ണതയോട് കവികൾ വർണ്ണിക്കുന്നത് ചന്ദ്രനെ ഉപമിച്ചിട്ടാണ്. എന്ന പോലെ തന്നെ വിജ്ഞാനത്തിന്റെ പൂർണ്ണത കൊണ്ടാണ് അള്ളാഹു ഇവിടെ സഹായിക്കുന്നത്. അത് ഈ ബദർ യുദ്ധത്തിലുള്ള യുദ്ധമായിട്ട് ചിത്രീകരിച്ചിട്ട് എന്താ ചെയ്യുന്നത്? അതിനെ കുറിച്ച് ഒന്നും പറയാനില്ല. ഹുനൈന് എന്ന് പറഞ്ഞാൽ യൗമ മഅരിഫത്തിൽ ഹഖീഖത്തിൽ മുത്തലക്കാന്നാണ്. സ്വതന്ത്രവും നിരുപാധികവുമായ യാഥാർത്ഥ്യത്തിന്റെ ജ്ഞാനത്തിലേക്ക് ഒരു മനുഷ്യൻ എത്തിച്ചേരലാണ് യൗമു ഹുനൈൻ. യൗമു ഹുനൈൻ ഹുവ മഅരിഫത്തുൽ ഹഖീഖത്തുൽ മുത്തലക്ക. മുത്തലക്കയാണ്, ഉപാധിയില്ല. എല്ലാ ചങ്ങലക്കെട്ടുകളിൽ നിന്നും സ്വതന്ത്രമായി പുറത്തു വന്ന യാഥാർത്ഥ്യത്തിന്റെ ലോകത്തെക്കുറിച്ച് ഒരാൾ ജ്ഞാനിയായി എപ്പോൾ തീരുന്നുവോ അവനാണ് യൗമു ഹുനൈൻ എന്ന് പറഞ്ഞാൽ അവനിൽ വാത്സല്യവും കാരുണ്യവും അല്ലാതെ പിന്നെ ഉണ്ടാകുകയില്ല. അതാണ് ഹനാനം മില്ലതുന്ന എന്ന് പറഞ്ഞത്. ഉമ്മുൻ ഹനൂനുൻ എന്ന് പറഞ്ഞാൽ വാത്സല്യനിധിയായ മാതാവ് എന്നാണ്. അപ്പൊ ഒരു മനുഷ്യൻ വാത്സല്യത്തിന്റെയും സ്നേഹത്തിന്റെയും കരുണയുടെയും ലോകത്ത് എപ്പോഴാണ് എത്തിച്ചേർന്നത്? അവൻ സ്വതന്ത്രമായ ജ്ഞാനത്തിന്റെ ലോകത്ത് എത്തിപ്പെടുമ്പോഴാണ്. അങ്ങനെ എത്തിപ്പെടുന്ന ഒരു വേളയാണ് ഒരു മനുഷ്യന്റെ യൗമു ഹുനൈൻ എന്ന് പറയുന്നത്. സക്കരിയയോട് പറഞ്ഞു, ഹനാനം മില്ലതുന്ന, ഈ യഹിയെ ഞാൻ നിനക്ക് തരികയാണ്. ആ യഹിയ ഹനാനം മില്ലതുന്ന സക്കാത്തൻ വക്കാന തഖിയ. അവൻ ഹനാനം മില്ലതുന്ന, എന്നിൽ നിന്നുള്ള വാത്സല്യമാണ്. അതാണ് മഹബത്തും കഴിഞ്ഞിട്ട് കിട്ടുന്നതാണ് ഒരാൾക്ക്. ഒരാളിൽ ആദ്യമുണ്ടായ ഹുബ്ബാണ് മനസ്സിൽ, സമൂഹത്തോടും വ്യക്തികളോടും ഒക്കെ. അതും കഴിഞ്ഞിട്ട് കിട്ടുന്നതാണ് ഹനാന്. അതും കഴിഞ്ഞിട്ട് കിട്ടുന്നതാണ് റഹ്മത്ത്. അപ്പോ ഈ സക്കാത്ത്
സക്കാത്തുമാണ് ഞാൻ നിനക്കായിട്ട് തരുന്നത് യഹിയെ. യഹിയ എന്ന് പറഞ്ഞാൽ ഒരാളിൽ സജീവമായി ആശയം നിലനിൽക്കുന്ന അവസ്ഥയാണ് യഹിയ എന്ന് പറയുന്നത്. അവനിൽ ഹയാത്ത് ഉണ്ടാകാം, നിരന്തരമായ ജീവൻ കിട്ടുന്ന ഒരവസ്ഥയിലേക്ക് ഒരു മനുഷ്യന് എത്തിപ്പെടലാണ് അവന്റെ ഹയാത്ത്. അതാണ് യൗമു ഹുനൈൻ എന്ന് പറഞ്ഞാൽ.